ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റിലെ ട്രാവേഴ്സിങ് എന്നുള്ള ആണല്ലോ. അപ്പോൾ ട്രാവേഴ്സിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നുമില്ല, ഓരോ നോഡ് നമ്മൾ വിസിറ്റ് ചെയ്യണം, അതിലെ വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്യണം ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് അതിലെ സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? നമ്മുടെ ലിങ്ക് ലിസ്റ്റ് എം ടി ആണോ ചെക്ക് ചെയ്യുക. എങ്ങനെ എം ടി ആണോ ചെക്ക് ചെയ്യാൻ പറ്റും? ഹെഡ് എന്നുള്ള പോയിൻ്റിൻ്റെ വാല്യൂ എന്താണോ നോക്കിയാൽ മതി, നള്ളാണോ നോക്കിയാൽ മതി. ഹെഡ് നള്ളാണെങ്കിൽ നമുക്ക് എന്താണ് ലിസ്റ്റ് എം ടി ആയിരിക്കും. സോ നമുക്ക് എന്താണ് ലിസ്റ്റ് ഈസ് എം ടി എന്നുള്ള മെസ്സേജ് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഡിസ്പ്ലേ ചെയ്താൽ മതി. സോ സ്റ്റെപ്പ് 2 നമ്മൾ എം ടി ആണെങ്കിൽ ലിസ്റ്റ് ഈസ് എം ടി എന്നുള്ളൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു. ദെൻ സപ്പോസ് ലിസ്റ്റ് എന്തല്ല, എം ടി അല്ല നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പോയിൻ്റർ ഡിഫൈൻ ചെയ്യും. ആ പോയിൻ്ററാണ് ടെംപ് വാല്യൂ. ടെംപ് പോയിൻ്ററിൻ്റെ വാല്യൂ നമ്മൾ എന്തായിട്ട് ഇനീഷ്യലൈസ് ചെയ്യും? ഹെഡ് പോയിൻ്ററിൻ്റെ വാല്യൂ ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. സോ ടെമ്പും ഹെഡും പോയിൻ്റ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് നോഡിലേക്കായിരിക്കും. കീപ് ഡിസ്പ്ലേയിങ് ടെംപ് ഡാറ്റ വിത്ത് ആൻ ആരോ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഫസ്റ്റ് നോഡിലുള്ള വാല്യൂ. സപ്പോസ് നമ്മൾ ലിങ്ക് ലിസ്റ്റിലുള്ള വാല്യൂസ് 1, 10, 20, 30 ആണെന്ന് വെക്കുക. നമ്മൾ ടെംപ് ആദ്യം 10 എന്നുള്ള നോഡിലേക്ക് പോയിൻ്റ് ചെയ്തു, അതിലെ ഡാറ്റ 10 എന്നുള്ളത് പ്രിൻ്റ് ചെയ്തു, എന്നിട്ട് ഒരു ആരോ മാർക്കും പ്രിൻ്റ് ചെയ്തു. ഓക്കെ, അണ്ടിൽ ഇറ്റ് റീച്ചസ് ടു ദി ലാസ്റ്റ് നോഡ്. ഏത് നോഡ് വരെ? ലാസ്റ്റ് നോഡ് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അതായത് ടെംപ് അടുത്ത നോഡിലേക്ക് പോകും, എന്നിട്ട് അതിൻ്റെ ഡാറ്റ പ്രിൻ്റ് ചെയ്യും. സോ അടുത്ത നോഡ് പറഞ്ഞാൽ 20ലേക്ക് പോകും, ആ 20 എന്നുള്ളത് പ്രിൻ്റ് ചെയ്യും, ഒരു ആരോ മാർക്കും പ്രിൻ്റ് ചെയ്യും. ദെൻ അടുത്ത നോഡിലേക്ക് പോകും. അടുത്ത നോഡ് പറഞ്ഞാൽ ലാസ്റ്റ് നോഡായതുകൊണ്ട് ഈ ഒരു ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നോഡിൻ്റെ ഡാറ്റ മാത്രം പ്രിൻ്റ് ചെയ്യും. എന്താണ് ലാസ്റ്റ് നോഡിൻ്റെ ഡാറ്റ പ്രിൻ്റ് ചെയ്യും? അതായത് ഡാറ്റ എന്തായിരിക്കും? 30 എന്നുള്ളത്. എന്നിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് എന്ത് കൂടി പ്രിൻ്റ് ചെയ്യുന്നുണ്ട്? നാളെ നല്ലൊരു വാല്യൂ. അപ്പോൾ ഇതാണ് നമ്മൾ ലിങ്ക് ലിസ്റ്റിലെ വാല്യൂ. ഇങ്ങനെയാണ് പ്രിൻ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാവേഴ്സിങ് എന്നുള്ള പ്രോസസ്സ് ആണല്ലോ. അപ്പോൾ ഓർത്ത് വെക്കുക, നമ്മൾ ലാസ്റ്റ് നോഡ് വരെ നമ്മൾ ഡാറ്റയും ആരോ മാർക്കും പ്രിൻ്റ് ചെയ്ത് വരുന്നു. ദെൻ ലാസ്റ്റ് നോഡിൻ്റെ ഡാറ്റ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നെക്സ്റ്റ് ആ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് നൾ എന്നുള്ളൊരു ഒരു വേർഡാണ് അവിടെ പ്രിൻ്റ് ചെയ്യുന്നത് ആണല്ലോ. അതാണ് ഈ ഒരു പ്രോഗ്രാം ഉപയോഗിച്ച് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്കല്ലാത്ത രീതിയിൽ ജസ്റ്റ് ഡാറ്റ വേണമെങ്കിൽ മാത്രം പ്രിൻ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്താലും മതി. പക്ഷേ ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ സി ഇംപ്ലിമെൻറ്റേഷൻ നോക്കാം. ഹെഡിൻ്റെ വാല്യൂ എന്താണ്? നള്ളാണെങ്കിൽ നമ്മളെന്താണ് ലിസ്റ്റ് ഈസ് എംപ്റ്റി എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നു. ഇല്ലെങ്കിൽ നമ്മളൊരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്തു. ആ നോഡിൻ്റെ പേരാണ് ഒരു പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പേരാണ് ടെംപ്. അതിൻ്റെ വാല്യൂ എന്തായിട്ട് ഇനീഷ്യലൈസ് ചെയ്തു? ഹെഡ് എന്നുള്ള പോയിൻ്ററിൻ്റെ വാല്യൂ ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ നമ്മളൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യും. ലിസ്റ്റ് എലമെൻറ്റ്സ് ആർ എന്നൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നു. ദെൻ നമ്മളെന്താ ചെക്ക് ചെയ്യുന്നത്? ടെംപ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ ആണോ നോക്കി. ഈക്വൽ ടു നൾ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? അത് ലാസ്റ്റ് നോഡായിരിക്കും. ലാസ്റ്റ് നോഡല്ലാതെ വേറെ ഏത് നോഡ് ആണെങ്കിലും ഈ വൈൽ ലൂപ്പ് എന്ത് ചെയ്യും? പ്രോസസ്സ് ചെയ്ത് തുടങ്ങും. ലാസ്റ്റ് നോഡല്ലാതെ ഏത് നോഡാണെങ്കിലും. അപ്പോൾ ലാസ്റ്റ് നോഡ് ആകുമ്പോഴാണ് ടെംപ് നെക്സ്റ്റിൻ്റെ വാല്യൂ എന്താവുന്നത്? നള്ളായി മാറുന്നത്. ലാസ്റ്റ് നോഡ് അല്ലാതെ ഏത് നോഡ് വരികയാണെങ്കിലും അതിൻ്റെ ഡാറ്റയും പ്രിൻ്റ് ചെയ്യും അതേപോലെ. അതായത് ഫോർ എക്സാമ്പിൾ 10 എന്ന് പ്രിൻ്റ് ചെയ്തു, ഒരു ആരോ മാർക്ക് പ്രിൻ്റ് ചെയ്തു ഇവിടെ. ദെൻ ടെംപ് അടുത്ത നോഡിലേക്ക് പോയിൻ്റ് ചെയ്തു. അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ടെംപ് ഈക്വൽ ടു ടെംപ് നെക്സ്റ്റ് എന്നുള്ളത്. എന്നിട്ട് പിന്നെയും വൈൽ ലൂപ്പിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ടെംപ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ ആണെന്നുള്ളത്. സപ്പോസ് നമുക്ക് മൂന്നാമത്തെ നോഡാണ് നമ്മൾ ലാസ്റ്റ് നോഡായിട്ട് എടുത്തേക്കുന്നത്. സോ 20 എന്നുള്ള നോഡിലേക്ക് പോയിൻ്റ് ചെയ്യും. അപ്പോൾ ആദ്യം 10 ആരോ മാർക്ക് പ്രിൻ്റ് ചെയ്തായിരുന്നു. ദെൻ 20 ആരോ മാർക്ക് പ്രിൻ്റ് ചെയ്തു. എഗെയിൻ നമ്മൾ ടെംപ് എന്നുള്ള നോഡ് ലാസ്റ്റ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് നോഡ് ആവുന്ന സമയത്ത് ടെംപ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നള്ളല്ല, ഈക്വൽ ടു നള്ളായി മാറും. അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആവും. ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ എന്താ പ്രിൻ്റ് ചെയ്യുന്നത്? %d എന്ന് പറയുമ്പോൾ ടെംപ് ഡാറ്റ പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് നൾ എന്നുള്ള ഒരു വേർഡും പ്രിൻ്റ് ചെയ്യും. സോ അതിൻ്റെ മീനിങ് അതാണ് ലാസ്റ്റ് നോഡ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ട്രാവേഴ്സിങ് ഓപ്പറേഷൻ നടത്തുന്നത്. ഓക്കെ,
ദെൻ സെർച്ചിങ് ആൻ എലമെൻറ്റ് ഇൻ ദീസ് ലിങ്ക് ലിസ്റ്റ്. നമുക്ക് ഇനി ഒരു എലമെൻറ്റിൽ നമുക്ക് എങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റും? നമുക്ക് എന്താണ് സെർച്ച് എലമെൻറ്റ് വേണം, നമുക്ക് ഒരു സെർച്ച് വാല്യൂ വേണം. ആ സെർച്ച് വാല്യൂ ഓരോ നോഡും വിസിറ്റ് ചെയ്യുക, ഫസ്റ്റ് നോഡ് മുതൽ ലാസ്റ്റ് നോഡ് വരെയുള്ള ഓരോ നോഡും വിസിറ്റ് ചെയ്യുക. അതിലിടയ്ക്ക് ഏതെങ്കിലും നോഡിൻ്റെ വാല്യൂ സെർച്ച് വാല്യൂവിന് ഈക്വൽ ആണെങ്കിൽ നമ്മളെന്താണ് എലമെൻറ്റ് ഫൗണ്ട് എന്നുള്ളൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുക. ഇത് തന്നെയേ ഉള്ളൂ, കൂടുതലായിട്ട് ശരിക്കും പറയേണ്ട ആവശ്യമില്ല. ഹെഡിൻ്റെ വാല്യൂ എന്താണ്? നള്ളാണെങ്കിൽ ലിസ്റ്റ് എം ടി ആയിരിക്കും. സോ നമുക്ക് എന്താണ് എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്നുള്ള അല്ലെങ്കിൽ ലിസ്റ്റ് ഈസ് എം ടി എന്നുള്ള ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാം. ഇനി നോട്ട് എം ടി ആണെങ്കിൽ നമ്മളൊരു പുതിയൊരു പോയിൻ്റർ എന്താണ് ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ വാല്യൂ എന്തിൻ്റെ വാല്യൂ ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു? ഹെഡിൻ്റെ വാല്യൂ ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. അതായത് ഹെഡും ടെമ്പും ഇപ്പം പോയിൻ്റ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് നോഡിലേക്കാണ്. ദെൻ നമ്മളെന്താണ് ടെമ്പ് എന്താണ് ഓരോ നോഡ് ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് പോകണം. ആ അഡ്വാൻസ് ചെയ്യുന്നതിൻ്റെ മുമ്പേ തന്നെ എന്ത് ഈക്വലാണെന്ന് നോക്കണം. ടെമ്പ് ഐഫൺ ഡാറ്റ എന്താണെന്ന് നോക്കണം. നമ്മൾ സെർച്ച് ഡാറ്റയാണ് ആയിട്ട് ഈക്വലാണെന്ന് നോക്കണം. ആണല്ലോ, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? നമ്മൾ സെർച്ച് ഐറ്റം ഫൗണ്ട് എന്നുള്ളൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ആണല്ലോ, അല്ലെങ്കിൽ എന്താണ് സെർച്ച് ഐറ്റം നോട്ട് ഫൗണ്ട് ലാസ്റ്റ് നോഡ് വരെ ആയിട്ടും നമുക്ക് എന്താണ് ആ ഒരു ഡാറ്റയായിട്ടും എന്താ പറയുക നമ്മളെ സെർച്ച് വാല്യൂ ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് എന്താണ് സെർച്ച് എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്നുള്ളൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാം. സപ്പോസ് ഐഡൻറ്റിഫൈ ഈക്വലായി വന്നാൽ ഫൗണ്ട് എന്നുള്ള മെസ്സേജും നോട്ട് ഈക്വൽ ഒരു നമ്മൾ ലാസ്റ്റ് നോഡ് വരെ മൂവ് ചെയ്തു എന്നിട്ടും ഒരു നോഡുമായിട്ടും നമ്മളെ സെർച്ച് വാല്യൂ ഈക്വലായി വരുന്നിട്ടില്ലെങ്കിൽ നോട്ട് ഫൗണ്ട് എന്നുള്ള മെസ്സേജും പ്രിൻറ്റ് ചെയ്യണം. സോ എങ്ങനെയാണ് നമ്മൾ സിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. സിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഹെഡിൻ്റെ വാല്യൂ നള്ളാണോ നോക്കി. നള്ളാണെങ്കിൽ എന്താണ് ലിസ്റ്റ് ഈസ് എം ടി എന്നുള്ള മെസ്സേജ് പ്രിൻറ്റ് ചെയ്തു. ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ടെമ്പ് എന്നുള്ള പോയിൻ്റർ ഡിക്ലെയർ ചെയ്തു, ഹെഡിൻ്റെ വാല്യൂ ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ നമ്മൾ നോക്കുന്നത് ടെമ്പ് ഐഫൺ ഡാറ്റ നോട്ട് ഈക്വൽ ടു സെർച്ച് വാല്യൂ. നോട്ട് ഈക്വൽ ടു സെർച്ച് വാല്യൂ എന്നാണ് നിൽക്കുന്നത്. സെർച്ച് വാല്യൂ അല്ലെങ്കിൽ അപ്പോൾ ഫസ്റ്റ് നോഡ് ഉണ്ടെന്ന് വെച്ചു, ഫസ്റ്റ് നോഡിൻ്റെ വാല്യൂ 10 ആണെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ സെർച്ച് വാല്യൂ ഒരു 40 ആണെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലിസ്റ്റിലുള്ള എലമെൻറ്റ് 10, 20, 30, 40, 50 ആണെന്ന് വെച്ചു. അപ്പോൾ നമ്മളെ സെർച്ച് വാല്യൂ എന്താണ്? 40 ആണ്. അപ്പോൾ ഫസ്റ്റ് നോഡിലുള്ളത് 10 ആണ്. അപ്പോൾ നമ്മളെ എന്തല്ല നമ്മളെ സെർച്ച് വാല്യൂ 40 ആണ്. 40 നോട്ട് ഈക്വൽ ടു 10 ആണ്. സോ നമ്മളെന്ത് ചെയ്യും? കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ടെമ്പ് നെസ്റ്റ് നോട്ട് ഈക്വൽ ടു നള്ളാണെന്ന് നോക്കി. ടെമ്പിൻ്റെ നെക്സ്റ്റ് ഫീൽഡ്, അതായത് ടെമ്പിൻ്റെ നെക്സ്റ്റ് ഫീൽഡ് എന്താണ്? നോട്ട് ഈക്വൽ ടു നള്ളാണ്. എന്താ അവിടെ ചെക്ക് ചെയ്യുന്നത്? ലാസ്റ്റ് നോഡാണോ എന്ന് നോക്കുന്നത്. ഈ നോഡ് ലാസ്റ്റ് നോഡാണോ എന്നാണ് നോക്കുന്നത്. സപ്പോസ് ലാസ്റ്റ് നോഡ് ആണെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇത് സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് എന്ത് മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണം? എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്നുള്ളൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണം. എന്താണ്? നമ്മൾ ലാസ്റ്റ് നോഡ് ആയിക്കഴിഞ്ഞാൽ, അതായത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളുള്ള കേസാണ് അപ്പോഴാണ് ഈ കേസ് വർക്ക് ചെയ്യുന്നത്. ആണല്ലോ, സപ്പോസ് നമ്മൾ എന്താ പറയുക സെർച്ച് വാല്യൂ 60 ആണെങ്കിൽ നമ്മളിത് ഈ നോട്ട്സ് എല്ലാം കവർ ചെയ്തിട്ട് 50 വരെ വരും. 50 വന്നു കഴിഞ്ഞാൽ ടെമ്പ് നെക്സ്റ്റ് എന്തായിരിക്കും? നള്ളായിരിക്കും. നള്ളാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു നോഡില്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണം? എലമെൻറ്റ് നോട്ട് ഫൗണ്ട് ഇൻ ദി ലിസ്റ്റ് എന്നുള്ളൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണം. സോ അത് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക്. അവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. എൽസ് ആണെങ്കിൽ നമ്മളെന്താണ്? ഇപ്പോൾ നോട്ട് ഈക്വൽ ടു ഡാറ്റ സെർച്ച് വാല്യൂ അല്ലേ, അങ്ങനെയാണെങ്കിൽ അടുത്ത നോഡിലേക്ക് മൂവ് ചെയ്യണം. അതായത് 20 എന്നുള്ള മോഡിലേക്ക് മൂവ് ചെയ്യണം. അങ്ങനെ നമ്മൾ മൂവ് ചെയ്ത് 40 എന്നുള്ള നോഡിലെത്തി വെച്ചു. സോ എന്താണ്? ടെമ്പ് ഡാറ്റ ഈക്വൽ ടു എന്തായി മാറി? സെർച്ച് വാല്യൂ ആയി മാറി. അങ്ങനെ ആകുമ്പോൾ ഈ ലൂപ്പ് എക്സിറ്റ് ആയിട്ട് ഇവിടെ എത്തും. അപ്പോൾ നമ്മളെന്താ പ്രിൻറ്റ് ചെയ്യുന്നത്? പ്രിൻറ്റ് എലമെൻറ്റ് ഫൗണ്ട് ഇൻ ദി ലിസ്റ്റ് എന്നുള്ളൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. സോ ദിസ് ഈസ് ദ സെർച്ച് ഓപ്പറേഷൻ ഇൻ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ആണല്ലോ. ഇപ്പോൾ അതിൻ്റെ അൽഗോരിതവും നമ്മൾ ഡിസ്കസ് ചെയ്തു, അതേപോലെ സി പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷനും ഡിസ്കസ് ചെയ്തു ആണല്ലോ. ഓക്കെ.